ഹായ് മക്കളെ, ഇന്നത്തെ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടെന്ന് താഴെ ആദ്യം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിരുന്നോ, മീഡിയം ആയിരുന്നോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടോ, ടൈമിൻ്റെ പ്രശ്നം വന്നോ, ഏതെങ്കിലും പ്രോബ്ലംസ് ആയിരുന്നോ പ്രശ്നം, ഏതെങ്കിലും റിയാക്ഷൻസ് ആണോ പ്രശ്നം, ക്വസ്റ്റ്യൻ നമ്പർ ഏതെങ്കിലും പ്രശ്നം അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓവറോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഐഡിയ തരും. ഇനി എജുപോയുടെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോളജിയുടെ ഒരു കിഡിലൻ പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇനിയുള്ള ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് ബയോളജി, ബോട്ടണിയും സുവോളജിയും പഠിച്ച് തീർത്തിട്ട് ബയോളജിക്ക് ഫുൾ മാർക്ക് തന്നെ 60 ഔട്ട് ഓഫ് 60 തന്നെ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബോട്ടണി സുവോളജിയുടെ കേസിൽ നിങ്ങൾക്ക് ഏതാണ് ഈസി, ഏതാണ് ഡിഫിക്കൽട്ടി എന്ന് ഒന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ആരും ഒന്നും മടിക്കരുത്, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് കൂടുതൽ നിങ്ങളെക്കുറിച്ച് ധാരണ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബോട്ടണി ആണോ സുവോളജി ആണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഐഡിയ കിട്ടും. പൊതുവേ കുട്ടികൾ പറയാറ് സുവോളജി പെട്ടെന്ന് കത്തില്ലെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറക്കില്ല. എൻ്റെ ഒരു ധാരണ അങ്ങനെ, മേ ബി റോങ് ആയിരിക്കും, അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. ബോട്ടണിയാണ് ആക്ച്വലി പഠിക്കാൻ +1 കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ സബ്ജക്റ്റ്. ബോട്ടണിയുടെ കേസിൽ കുറച്ച് എന്ത് ചെയ്യാണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോട്ടണിക്ക് നിങ്ങളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളെ പ്ലാനും അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സുവോളജി കമ്പാരിറ്റീവ്ലി കുറച്ചേ പഠിക്കാനുള്ളൂ ആൻഡ് വളരെ ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാനും പറ്റും. സോ നമുക്കതിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ബോട്ടണിയുടെ ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ഇറക്കിയ വെയിറ്റേജ് ആണ്. ഇതിൽ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ ബോട്ടണിയുടെ കേസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അവസാനമുള്ള റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സും പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനും വെയിറ്റേജ് ഉണ്ട്. അതേപോലെ ഫോട്ടോസിന്തസിസ്, അതായത് അവസാനത്തെ ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റേഴ്സിന് കിഡിലും വെയിറ്റേജാണ്. 5, 4, 4 വെയിറ്റേജിൻ്റെ നമ്പർ നോക്കണ്ട, ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ആദ്യത്തെ ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്. സുവോളജിയുടെ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററായ ലിവിംഗ് വേൾഡൊക്കെ വളരെ വെയിറ്റേജ് കുറഞ്ഞ പാടാണ് അല്ലേ. ആനിമൽ കിങ്ഡത്തിന് 6 വെയിറ്റേജിൻ്റെ കുറച്ച് വലിയ ചാപ്റ്ററാണ്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് അല്ലേ. അപ്പോൾ ആനിമൽ കിങ്ഡം മാത്രമേ സുവോളജിയിൽ വലിയ പ്രശ്നക്കാരനായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചെറിയ പാഠങ്ങളാണ്. റെഡി. അപ്പോൾ വെയിറ്റേജ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, ഞാനിപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിഡിലനായിട്ട് നമ്മൾ ലൈവായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡഡ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബയോളജിയുടെ കേസിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നാണ് ഞാൻ പറയാം. അതുകൊണ്ട് ഉള്ള സമയം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മളൊരു കിഡിലൻ പ്ലാൻ സെറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ബോട്ടണിയുടെ പറഞ്ഞുതരാം. ബോട്ടണിയാണ് ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഞാൻ ആദ്യം പറഞ്ഞു. ബോട്ടണിയുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ഡിഫിക്കൽട്ടാണ്, റെസ്പിറേഷൻ പ്ലാന്റ്, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ 4 പാഠങ്ങളും നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ പോകാം കേട്ടോ. ഈ 4 പാഠങ്ങൾ നമ്മൾ ഇന്ന് നൈറ്റ് മിനി മാരത്തോൺ പാർട്ട് 1 ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബോട്ടണിയുടെ ഓൾമോസ്റ്റ് പകുതി തീർത്തെന്ന് പറയാം. ബാക്കി നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ട് പാർട്ട് 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, സെൽ സൈക്കിള്, ഫോട്ടോസിന്തസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സാറ്റർഡേ 4 മണിക്ക് തുടങ്ങുന്ന മറ്റൊരു ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, ഇതിൻ്റെ നോട്ട്സ് വായിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം. ബയോളജി അല്ല, ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ ഒരു രക്ഷയില്ല, എളുപ്പവഴികളൊന്നും നിങ്ങൾ തേടിയിട്ട് കാര്യമില്ല, ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ തന്നെ വായിക്കണം. അപ്പോൾ ബോട്ടണിയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവായിട്ട് 2 ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സുവോളജിയുടെ കേസിൽ അത് ഒരു ലൈവ് മതി എന്നാണ് നമ്മളൊരു വിലയിരുത്തൽ. ഒരു ലൈവും ബാക്കി ഒരു കിഡിലൻ റെക്കോർഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, ലോക്കോമോഷൻ, ന്യൂറൽ കൺട്രോൾ, കെമിക്കൽ കോർഡിനേഷൻ, നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അവസാനത്തെ ചാപ്റ്റേഴ്സ് ഇല്ലേ, അതെല്ലാം നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത് നമ്മൾ എപ്പോൾ ഉണ്ട്, നാളെ രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുവോളജിയുടെ മിനി മാരത്തോൺ ബേസിക്കലി ഒന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഇല്ലേ, ആനിമൽ കിങ്ഡം, ലിവിംഗ് വേൾഡ് പോലുള്ള ചാപ്റ്റേഴ്സ്, അത് ആക്ച്വലി നിങ്ങൾ പലതവണ പഠിച്ചതാണ്. ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് പഠിച്ചിട്ടുണ്ട്, ക്രിസ്മസിന് പഠിച്ചാണ്. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് എല്ലാം കൂടി നമ്മൾ വെറും 30 മിനിറ്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു കിഡിലൻ വേറെ റെക്കോർഡ് വീഡിയോ ആയിട്ട് അവൈലബിൾ ആവും. സോ ഒരു റെക്കോർഡഡ് പ്ലസ് ലൈവ് ആയിരിക്കും സുവോളജിയുടെ പ്ലാൻ. തീർന്നോ? ഇല്ല, റെക്കോർഡഡ് ആയിട്ട് ഇനിയും നിങ്ങൾക്ക് പ്ലാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡബിൾ പാസിൻ്റെയും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മാർക്ക് കിട്ടും, നമ്മൾ കെമിസ്ട്രിയിലും ബാക്കി സബ്ജക്ട്സിലൊക്കെ ചെയ്ത റെക്കോർഡ് വീഡിയോസ് ഇല്ലേ, അത് ഇതിലുണ്ടായിരിക്കും. സോ ബോട്ടണിയുടെ കേസിൽ ഇത് ഡബിൾ പാസ് അല്ല, ഫുൾ മാർക്ക് വീഡിയോ തന്നെ വേണം പറയാൻ പറ്റും. ഇത് റെക്കോർഡറായിട്ട് നിങ്ങൾ കാണാം കേട്ടോ. ലൈവ് കണ്ടുകൊണ്ട് ഇത് കാണാതിരിക്കരുത്. ഇനി ഇത് കണ്ട് ലൈവ് കാണാതിരിക്കും ചെയ്ത്. പല ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഒന്നെങ്കിലും അത് മതി അല്ലേ ഇത് മതി, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മാർക്കിലേക്ക് എത്തും. സോ 120 ചോദ്യം നമ്മൾ 1 അവർ കൊണ്ട് ബോട്ടണിയിൽ ഒരു റെക്കോർഡ് സെഷൻ ഉണ്ടാവും. കിഡിലനാണ്, നിങ്ങൾ കണ്ടു തീർക്കുക. ക്വസ്റ്റ്യൻസ് കൂടാണ് പോകുന്നത്. ആൻഡ് അതേപോലെ സുവോളജിയുടെ കേസിൽ 10 ചാപ്റ്റേഴ്സ് നമ്മൾ 1 അവറിൽ ഇതേപോലെ ഒരുപാട് ചോദ്യം എണ്ണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, അതും അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ കിഡിലനായിട്ട് ഈ റെക്കോർഡ് സെഷൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് വിട്ടുപോകരുത് മക്കളെ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ പറ്റൂ.
ആൻഡ് ഇതേപോലെ ലൈവിൽ നടക്കുന്ന വളരെ ഷോർട്ടായുള്ള ക്ലാസ്സും നോട്ട്സും ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ബയോളജിയിൽ ഫുൾ മാർക്ക് എത്താൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫിസിക്സിലോട്ട് പോകുന്നതാണ്. ഫിസിക്സിൻ്റെ പ്ലാൻ ബയോളജിൻ്റെ ശേഷം ഞാൻ തരാം. അപ്പോൾ CS കൂട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫിസിക്സ് പഠിക്കാനുള്ള സമയമാണ്. അവരെന്ത് ചെയ്യുക, ഫിസിക്സ് പഠിക്കുക. ഈ വീഡിയോ കാണാൻ ചാൻസ് വളരെ കുറവാണ് ഇതുവരെ, എന്നാലും പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്.